ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കടവുപുഴ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ്. ഇതും കോട്ടയത്ത് തന്നെയാണ്. കോട്ടയത്ത് പാല ഈരാറ്റുപേട്ട റോഡിൽ, മുട്ടം റോഡിൽ മൂന്നിലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. ഞാൻ ഇങ്ങനെ വഴി പറയുന്നത് എന്താണെന്നോ, ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകാവുന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇപ്പോഴും പലർക്കും വഴി ചോദിച്ചു പോകാനല്ലേ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു 27 വെള്ളച്ചാട്ടങ്ങളുണ്ട്. മഴക്കാലത്താണ് ഇവയിൽ പലതും കൂടുതൽ സജീവമാകുന്നത്. അതിൽ തന്നെ ഈ വെള്ളച്ചാട്ടം അധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരാത്ത ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത്. വളരെ വിശാലമായ ഏരിയയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ഇവിടെ വരുമ്പോഴും മഴക്കാലത്താണ് വന്നതെങ്കിലും മഴ ഒന്ന് വിട്ടു നിൽക്കുന്ന സമയമായിരുന്നതുകൊണ്ട് വെള്ളം കുറച്ച് കുറവ്. എങ്കിലും എന്തൊരു ഭംഗിയാണെന്ന് ഇവിടെ കാണാൻ. ഈ വെള്ളച്ചാട്ടം പോലെ തന്നെ ഇവിടെ ഏറ്റവും എനിക്ക് ആകർഷണീയമായി തോന്നിയത് ഈ പാറക്കൂട്ടങ്ങളാണ്. ചെറുതും വലുതുമായി പല ആകൃതിയിലും പല വലുപ്പത്തിലുമുള്ള അനേകം പാറകൾ. ഈ പാറകൾക്കിടയിലൂടെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതെ പല സ്ഥലത്തൂടെ കയറി ഇറങ്ങി ഒഴുകുന്ന ഈ വെള്ളം കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആർത്തലച്ച് താഴേക്ക് പതിച്ച് പിന്നീട് അരുവിയായി പുഴയായി മുമ്പോട്ട് കുതിച്ചൊഴുകുന്ന വെള്ളം എന്ത് ഭംഗിയാണെന്നോ കണ്ടു നിൽക്കുവാൻ. പക്ഷേ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് കൂടാതെ ഒരു പടി കൂടി കടന്നാൽ ഇതിലേക്ക് എടുത്തു ചാടാനും ചാടിത്തിമിർത്ത് കളിക്കാനും കുളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നല്ല മഴക്കാലമായാൽ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അതിനു മുന്നായി ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ. അതുപോലെ ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്നത് ഉൾക്കൊള്ളുകയും വേണം. അങ്ങനെയാകുമ്പോൾ അപകടം ഒഴിവാക്കാം. ഈ പാലത്തിന് മുകളിൽ കയറി നിന്നാൽ നമുക്ക് രണ്ട് വശവും നല്ല ഒരു കാഴ്ച തന്നെയാണ്. പാലത്തിലൂടെ ഇതിൻ്റെ മറുവശത്തേക്ക് പോയാലും കുറേ ദൂരം നല്ല നടക്കാനുണ്ട്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ചെന്ന് നമുക്ക് ഈ വെള്ളത്തിലിറങ്ങാനും പറ്റും. ഇതൊഴുകിയെത്തുന്ന കുറേ ദൂരം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ സ്ഥലം കുറവല്ലേ, വെള്ളം ഇങ്ങനെ കുതിച്ചു വരുന്നത് മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, ഒഴുകി അങ്ങ് പോകുന്നത് ഒരുപാട് ദൂരം നമുക്ക് നടന്ന് കണ്ടുവരും. ഒട്ടും വെള്ളമില്ലാത്ത ഭാഗം നോക്കി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഞാനും കുറേ ദൂരം മുന്നോട്ടേക്ക് പോയി. ആർത്തലച്ചെത്തുന്ന വെള്ളം പാറക്കൂട്ടങ്ങളെ തഴുകി മുന്നോട്ട് പോകുന്ന കാഴ്ച എത്ര സുന്ദരമാണ്. ഈ പ്രദേശത്തിന് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ഇല്ലിക്കൽക്കല്ല് എന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. അതുപോലെ തന്നെ അഞ്ചുമല വാട്ടർഫോളും ഇവിടെ കുറച്ചടുത്ത് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ അരുവിക്കച്ചാൽ വാട്ടർഫോൾ, അതും ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിനവസാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുമുണ്ട്, അതും കാണണേ. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാതെയാണ് ഇവിടെ വെള്ളത്തിൻ്റെ യാത്ര. വിശാലമായ ഏരിയയും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളും ധാരാളമായി ഉള്ളതുകൊണ്ട് ഏതിലേ വേണമെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാവും മഴക്കാലത്ത് ഇവിടം അപകടകരമാണ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൂടെ ആവില്ല വെള്ളത്തിൻ്റെ വരവ്. പക്ഷേ ഈ മഴക്കാലത്ത് മലവെള്ളമൊക്കെ ഒഴുകിയെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ നിറവ്യത്യാസത്തിലൂടെ അത് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. മഴക്കാല യാത്രകളിൽ കാടും കാട്ടാറുമൊക്കെ പകർന്നു നൽകുന്ന അനുഭൂതി പ്രത്യേകമായ ഒന്ന് തന്നെയാണ്. ഇതേ മഴക്കാലത്ത് തന്നെയാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഏറെ സുന്ദരിമാരാവുന്നത്. ഒപ്പം അപകട സാധ്യതയും കൂടുതലായുണ്ട്. പ്രകൃതിയുടെ എല്ലാ ചേരുവകളും ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. കാണെ കൂടുതൽ കാണാനുള്ള ആവേശം ഉള്ളിൽ നിറച്ചുകൊണ്ട് വീണ്ടും
മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.